ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫെബ്രുവരി മാസം എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ LSS എഴുതാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം LSS ബന്ധപ്പെട്ട് GK ആണ്. സോറി, LSS അല്ല, CM കിഡ്. ഓക്കെ, ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് പപ്പ അല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഞാനായിരിക്കും. അതെന്താ പ്രത്യേകതയല്ലേ? ഞാനായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിശാൻ പറഞ്ഞ പോലെ CM കിഡ്സ് LP സെക്ഷനിലെ GK ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ. എങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിക്കേണ്ടല്ലോ. അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യ? GV മാവലങ്കർ. യെസ്, GV മാവലിംഗർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ. സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പോ ലോക്സഭാ സ്പീക്കർ ആണ്. രാജ്യസഭയുടെ സ്പീക്കർ എപ്പോഴും ഉപരാഷ്ട്രപതി. അതെ, വൈസ് പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയുടെ സ്പീക്കർ. ഇപ്പൊ അതെ, അതായിരുന്നു എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് അപ്പൊ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ? രാധാകൃഷ്ണൻ. അത് രാജ്യസഭയുടെ വൈസ് പ്രസിഡന്റ്, അത് CP രാധാകൃഷ്ണൻ. എങ്കിൽ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാ? ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അതെ, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവലിംഗർ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആരാണ്? ആദ്യത്തേത് മാത്രമല്ല, ഏക മലയാളി കൂടിയാണ്. യെസ്, KR നാരായണൻ. ഹി ഈസ് ദ ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് അതെ, അദ്ദേഹം വൈസ് പ്രസിഡന്റുമായിരുന്നു. KR നാരായണൻ. അദ്ദേഹം ഏത് ജില്ലക്കാരനാ? കോട്ടയം. യെസ്, നമ്മുടെ ജില്ലക്കാരനാണ്, കോട്ടയംകാരനാണ് KR നാരായണൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് വിമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? പ്രതിഭ പാട്ടീലാണ് ശരിയായ ഉത്തരം. അവരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, പ്രതിഭ പാട്ടീൽ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, സുകുമാർ സെൻ. അതുപോലെ തന്നെ ഈ LSSന്റെ GKയിലാണ് തോന്നുന്നു പക്ഷികളെ കുറിച്ച് ചോദിക്കുമെന്ന് ഉണ്ടായിരുന്നു അല്ലേ? എങ്കിൽ എന്റെ ഒരു ചോദ്യം, ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നവംബർ 2. നിശാൻ അതിന്റെ ഇടയ്ക്ക് അയലയം പറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, എന്നിട്ട് ഉത്തരം തെറ്റിക്കുക. എടാ, നവംബർ 12. നവംബർ 12-നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അതാരുടെ ജന്മദിനം? ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനം. മറക്കല്ലേ, നവംബർ 12. ഇനി സലീം അലിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പക്ഷി സങ്കേതം കേരളത്തിലുണ്ട്. അതാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ശരിയായ ഉത്തരം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ള ഒരു പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. ശരിയായ ഉത്തരം. കേരളത്തിൽ ഒരു ഗ്രാമം പക്ഷി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. നൂറനാട്. ഏത്? നൂറനാട്. അത് പറയുമ്പോ അങ്ങനെ ആയിരിക്കും. അപ്പൊ ആ ഗ്രാമം, പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം. ഈ പാലക്കാട് തന്നെയുള്ള ചൂലന്നൂരിന്റെ പ്രത്യേകത അറിയാമോ? അതെ, കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ, അതും പാലക്കാട് ജില്ലയിൽ. അപ്പം പക്ഷിഗ്രാമമായ നൂറനാടും മയിൽ സംരക്ഷണ കേന്ദ്രമായ
ചൂലന്നൂരും പാലക്കാട് ജില്ലയിലാണ്. ഓർത്തു വെക്കുക. എല്ലാത്തിനിടയ്ക്ക് പാലക്കാട് ജില്ലയിലെ ചൂളന്നൂറും. അത് ചുമ്മാ അതങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണല്ലോ, അതാണ് ആ ഒരു ഗാംഭീര്യം വരുന്നത്. എങ്കിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ നിന്നുള്ള ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി. കാക്ക ശരിയായ ഉത്തരം. അങ്ങനെയൊക്കെ LSS എക്സാമിന് ചിലപ്പോൾ വരും. പ്രകൃതിയുടെ തോട്ടി കാക്ക. എങ്കിൽ നിഷാൻ അടങ്ങിയിരിക്കൂ, അടുത്ത ചോദ്യം വരുന്നു. ഇന്ത്യയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഹു ഇസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഹരിലാൽ ജെ കാനിയ ഈസ് ദ റൈറ്റ് ആൻസർ. ആ പേരൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാ? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഈ അടുത്തും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തിയല്ലോ, അതാരാ? ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. പക്ഷെ ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. മനസ്സിലായല്ലോ? അങ്ങനെ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയും ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയും. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിലെ തന്നെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. അത് നേടിയ ആദ്യത്തെ വ്യക്തി, ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. മലയാളി കൂടിയായ ഓടക്കുഴൽ എന്ന കൃതിക്ക് ഓടക്കുഴൽ എന്ന കവിതയ്ക്ക് ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ നൊബേൽ പ്രൈസ്. രവീന്ദ്രനാഥ് ടാഗോറിനാണ് ആദ്യത്തെ നൊബേൽ സമ്മാനം കിട്ടിയത്. ഏത് വർഷം? 1913. ഏത് നൊബേൽ സമ്മാനമാണ് കിട്ടിയത്? സാഹിത്യത്തിനുള്ള നൊബേലാണ്. എങ്കിൽ ഏത് കൃതിക്ക്? ഗീതാഞ്ജലി എന്ന കൃതിക്ക് 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ കിട്ടുന്നത്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ സമ്മാന ജേതാവ്. അതെ, ഏഷ്യയിലെ തന്നെ. അതാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നൊബേലാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം. എങ്കിൽ ആദ്യത്തെ സിനിമ ഏതാ ഇന്ത്യയിലെ? രാജ ഹരിശ്ചന്ദ്ര ഈസ് ദ കറക്റ്റ് ആൻസർ. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ. ഇന്ത്യയിലെ ആദ്യ 3D സിനിമ ഏതാ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാള സിനിമയാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് ഇന്ത്യയിലെ ആദ്യ 3D സിനിമ. മാറിപ്പോകരുത്. ആദ്യ സിനിമ രാജ ഹരിശ്ചന്ദ്ര, ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏതാണ്? രാജ ഹരിശ്ചന്ദ്ര മ്യൂട്ടാണ്, അതിൽ ശബ്ദമില്ല. എങ്കിൽ ആലം ആരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം? എന്താ? അലമാരയോ? അലമാര. എങ്കിൽ ആ സിനിമയുടെ പേര് അങ്ങനെ തന്നെ ഓർത്താ പോരെ? ഈ ക്ലൂവിലൂടെ പഠിക്കണോ? അപ്പൊ എന്തായാലും ഇങ്ങനെ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ആലമാര. ഇന്ത്യയിലേക്ക് നമ്മൾ സിനിമകളെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലേക്ക് ഓസ്കാർ നേട്ടം ആദ്യമായി എത്തിച്ചതാര്? അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻ ഓസ്കാർ? ഭാനു അദയ്യ. എന്തിനാണ് അവർക്ക് ഓസ്കാർ കിട്ടിയത്? അതെ, കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. മേക്കപ്പ് അല്ല, കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. ഏത് സിനിമയ്ക്ക് വേണ്ടി? ഗാന്ധി. ആര് സംവിധാനം ചെയ്ത ഗാന്ധി? റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനാണ് ഭാനു അദയ്യയ്ക്ക് ഓസ്കാർ ലഭിച്ചത്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓസ്കാർ നേട്ടം, ഭാനു അദയ്യ. ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക്സ് ഏതാണെന്നറിയോ? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ്. ഹോക്കിക്കാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ കിട്ടുന്നത്. എങ്കിൽ ആദ്യത്തെ ഇൻഡിവിജ്വൽ വ്യക്തിഗത സ്വർണം ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ എപ്പോഴാണ് കിട്ടി? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻഡ് ഗോൾഡ് ഇൻ ഒളിമ്പിക്സ്.
അഭിനവ് ബിന്ദ്രയാണ് 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ഏതാണ് അദ്ദേഹത്തിന്റെ ഇനം? ഷൂട്ടിംഗ്. യെസ്, ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ ബീജിംഗ് ഒളിമ്പിക്സിൽ 2008 അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ ചെസ് ചാമ്പ്യൻ അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ വിശ്വനാഥൻ ആനന്ദാണ്. നമ്മളെല്ലാം കേട്ട് പഴകിയ പേരാണ് വിശ്വനാഥൻ ആനന്ദ്. ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ അടുത്തും അതെ, LSS കൂട്ടുകാർക്ക് അത്ര പരിചയമില്ലായിരിക്കും. നമ്മൾ കേട്ട് പഴകിയ ഒരു പേരാണ് വിശ്വനാഥൻ ആനന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഈ അടുത്തും അദ്ദേഹം ആരെയാ തോപ്പിച്ച് പരാജയപ്പെടുത്തി? ഗുഗേഷിനെ അല്ലേ? അദ്ദേഹം നിഹാൽ സാറിനോട് തോറ്റുപോയി. അതുപോലെ ഡി ഗുഗേഷിനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ, ഒന്ന് നാക്കുന്ന ഉളുക്കിയതാണേ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ്. എങ്കിൽ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ആദ്യത്തെ? കൊനേരു ഹംപി. അപ്പം പുരുഷന്മാരിലെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ്. ആദ്യ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപി. നിഷാനെ, ഈ അടുത്ത് ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനം നാം ആഘോഷിച്ച വാർത്തകളൊക്കെ കേട്ടല്ലോ. ആരായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി? 2 പേരായിരുന്നു പ്രധാനമായ മുഖ്യാതിഥികൾ. ആന്റോണിയോ കോസ്റ്റ. അതെ, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റായ ആന്റോണിയോ കോസ്റ്റയാണ് ഒരു വ്യക്തി. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായ ഉറുസ്ല വോൺ ഡെർ ലൈൻ ആണ് രണ്ടാമത്തെ വ്യക്തി. അറിഞ്ഞിരിക്കണം, ഈ അടുത്ത് നടന്നൊരു സംഭവമല്ലേ. അപ്പോൾ ആന്റോണിയോ കോസ്റ്റ, ഉറുസുല വോൺ ഡെർ ലൈൻ ആണ് വോൺ ഡെർ ലൈൻ, അങ്ങനെ പറയാം, ഉറുസുല വോൺ ഡെർ ലൈൻ. ഇവർ 2 പേരുമായിരുന്നു ഇത്തവണത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥികൾ. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഈ അടുത്തിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആരൊക്കെയായിരുന്നു? പുരുഷന്മാരിലും വനിതകളിലും ഇത്തവണത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിച്ചത് ആരൊക്കെയാണ്? ആരാ? അതെ, കാർലോസ് അൽക്കാരസ് ആണ് പുരുഷന്മാരിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാൻഡ് സ്ലാം പൂർത്തിയാക്കി. ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതുവരെ വിജയിച്ചിട്ടില്ലായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, ഈ 4 പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണുള്ളത്. അത് 4ഉം ജയിക്കുന്ന ആൾക്കാണ് കരിയർ ഗ്രാൻഡ് സ്ലാം ലഭിക്കുന്നത്. അങ്ങനെ അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമൊക്കെയായി കാർലോസ് അൽക്കാരസ് അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയത്തോടെ. എങ്കിൽ വനിതകളിൽ ആര്? എലേന റെബക്കീന. മാറിപ്പോലെ, എലേന റിബക്കീന. അവർക്കാണ് ഇത്തവണത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം ലഭിച്ചത്. എലേന റെബക്കീന. എങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ചാലോ? ഓക്കെ. അപ്പം ഒരുപാട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പക്ഷികളെ കുറിച്ച് ഈ അടുത്ത് നടന്ന കുറച്ച് സംഭവങ്ങൾ, അങ്ങനെ ജനറൽ നോളജിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഉച്ച സമയത്തൊക്കെയാണ് നിഷാൻ കോട്ടുവായിടുന്നത്. അത്രയ്ക്ക് ഉറക്ക ക്ഷീണമാണോ? ഇല്ല, എങ്കിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ചെയ്യുക. ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, അതുകൊണ്ട് ഹൈപ്പും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്ന് നിഷാൻ.